കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ദേവാലയത്തിന്റെ ജൂബിലി സ്മാരകമായി നിർമ്മിച്ച വിയ ഡോളാറോസ എന്ന രക്ഷാകര ശില്പ സമുച്ചയത്തിന്റെ വെഞ്ചരിപ്പ് നടന്നു. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചാണ് ശില്പ സമുച്ചയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നടന്നത്. ഇതിനു മുന്നോടിയായി ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ CMI, പ്രൊവിൻഷ്യൽ ഓഡിറ്റർ ഫാദർ ജോർജ് മാരിപ്പാട്ട് CMI എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഇടവക അങ്കണത്തിൽ പണിതുയർത്തിയിരിക്കുന്ന യേശുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി സ്മാരകമായ വിയ ഡോളാറോസ എന്ന രക്ഷാകര ശില്പസമുച്ചയത്തിന്റെയും ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയുടെയും വെഞ്ചരിപ്പ് ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നിൽ നിർവഹിച്ചു. അഗ്നിസ്തംഭത്താൽ ഇസ്രായേലിനേക്ക് പ്രകാശമരുളുകയും അന്ധകാരത്തിലും മരണനിഴലിലും കഴിഞ്ഞിരുന്നവർക്ക് പ്രകാശമായ തന്റെ പ്രിയപുത്രനെ അയക്കുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സിഹിയോൻ മാളികയിൽ പ്രാർത്ഥനാ നിരതരായിരുന്ന ശ്രീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ച അവിടുന്ന് തന്റെ സാന്നിധ്യത്താൽ ഈ ഗ്രോട്ടോയെയും പ്രവേശിക്കുന്നവരെയും പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ. ക്രിസ്തുവിന്റെ രക്ഷാകര സംഭവത്തിലെ എല്ലാ കാര്യങ്ങളുമാണ് 460 ദിവസം കൊണ്ട് ഇടുക്കി സ്വദേശിയായ ജിനു എന്ന ശില്പിയെ ഒരുക്കിയിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ വൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. ഫെബ്രുവരി 2-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 8:45 അന്തരിച്ച KC ജോർജ് കട്ടപ്പന എഴുതിയ ഒച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകവും അരങ്ങേറും. ഫാദർ ഫിലിപ്പ് മണ്ണകത്ത, ഫാദർ ജോബിൻ ഒഴാക്കൽ, കുര്യൻ ചുരങ്കുന്നേൽ, ഈപ്പച്ചൻ ആയില്യക്കുന്നേൽ, ജോസഫ് കുര്യൻ എന്നിവർ നേതൃത്വം നൽകും.